സുഹൃത്തുക്കളെ, ഇന്ന് വീട്ടമ്മമാർക്ക് പറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതായത് നമ്മൾ അടുക്കളയിൽ നമുക്ക് എങ്ങനെ സുന്ദരമാക്കാം എന്നതിനെ കുറിച്ച്, അതായത് അടുക്കും ചിട്ടയും കൊണ്ടുവന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ വന്ന് കയറുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ഇതിന്റെ റിസൾട്ട് എന്റെ വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കുള്ള മിക്ക വീടുകളിലും ഇപ്പം സ്റ്റൗവിനകത്തായിരിക്കും പാചകം ചെയ്യുന്നത്. അടുപ്പ് കിച്ചൺ ഉണ്ടായാലും സ്റ്റൗവിനകത്തായിരിക്കും പലരും പാചകം ചെയ്യുന്നത്. അത് പല രീതിയിൽ മോഡേൺ കിച്ചൺ, അങ്ങനെ പല രീതിയിൽ ഇപ്പം വെറൈറ്റി ഐറ്റങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു കാര്യം ചെയ്യുക, നമ്മൾ തെക്ക് വശം അഭിമുഖമായി ഒരു കാരണവശാലും നമ്മൾ അടുപ്പ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയേറെ ദോഷം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് കിഴക്ക് ഭാഗമോ വടക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല, നമുക്ക് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ സ്റ്റൗവിന്റെ വലത് ഭാഗത്തും, അതായത് നമ്മൾ എന്താ ഉപയോഗിക്കുന്ന അടുപ്പാണോ എന്താന്ന് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അടുപ്പിന്റെ വലത് ഭാഗത്തായിരിക്കണം നമ്മൾ ഉപ്പിന്റെ ഭരണി വെക്കേണ്ടതും. അതിനോട് ചേർന്ന് നമ്മൾക്കുള്ള വെളിച്ചെണ്ണയും നമ്മൾ ആ ഉപ്പിനോട് ചേർന്ന് വെളിച്ചെണ്ണയും കൂടെ വെക്കുക. വെളിച്ചെണ്ണയും കൂടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ അടുപ്പ് ഇരിക്കുന്ന ഭാഗങ്ങളിൽ, അതായത് നമുക്കുള്ള സിങ്ക്, അതായത് വെള്ളം ടാപ്പുകളോ അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും വെച്ച് അത് മറയ്ക്കുക. കാര്യം ഒരു അരപ്പിത്തിയിട്ട് ഒട്ടിച്ച് നമ്മൾ അത് മറച്ച് വെച്ചുകൊണ്ട് അടുപ്പും ഈ സിങ്കിന്റെ ഇതും പോർഷനും രണ്ടും ഇതായിരിക്കണം, ഒറ്റ ചേർന്ന് ഒരു കാരണവശാലും അത് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പൊടിവർഗ്ഗങ്ങൾ, കാര്യങ്ങൾ അത് ഇതുമെല്ലാം നമ്മൾ എടുക്കുന്ന, അതായത് സാധനങ്ങളിൽ തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അടുക്കള സുന്ദരമാക്കി എടുക്കാം. അതുപോലെ നമ്മൾ അരിയുന്ന വേസ്റ്റുകൾ, കാര്യങ്ങൾ, തിന്നുന്ന പാത്രങ്ങൾ, അത് അപ്പോഴപ്പോഴും നമ്മൾ വൃത്തിയാക്കി പോയി കഴിഞ്ഞാൽ നമ്മളെ അടുക്കള എപ്പോഴും ശുദ്ധമായിട്ട് കിടക്കും. നമ്മൾ അടുക്കള ശുദ്ധമാക്കി ഒരു വീട്ടിന്റെ ഏറ്റവും ഹൃദയ ഭാഗമാണ് അടുക്കള. ആ അടുക്കള ശുദ്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഐശ്വര്യങ്ങൾ വന്നു കയറും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.